നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. NDA ക്യാമ്പിന് ആവേശമായി അമിത്ഷാ ബേപ്പൂരിൽ. പ്രകാശ് ബാബുവിന്റെ റോഡ് ഷോയിൽ പങ്കെടുത്ത ആയിരങ്ങൾ. എറണാകുളത്തും തിരുവനന്തപുരത്തും പരിപാടികൾ. മല്ലികാർജുൻ ഖർഗെ ഇടുക്കിയിലും കൊല്ലത്തും. BJP അധികാരത്തിലെത്തിയാൽ കേരളത്തിന് എയിംസ് സാധ്യമാകുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. തൃശൂർ മണലൂരിൽ വീണ്ടും BJPയുടെ കിറ്റ് വിതരണമെന്ന് പരാതി. പ്രതിഷേധവുമായി LDFും UDFും. കിറ്റുകൾ വിതരണം ചെയ്തുവെന്ന LDFിന്റെ പരാതി വ്യാജമെന്ന് NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. പേരുമാറ്റം ആവശ്യപ്പെട്ട് തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ വീണ്ടും ഹൈക്കോടതിയിലേക്ക്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ചിത്രീകരണ സ്ഥലങ്ങളിലും കാരവാനിലും എത്തിച്ച് തെളിവെടുത്തു. 2 മണിക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. രഞ്ജിത്തിന് ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ നടപടികൾ വേഗത്തിലാക്കി പോലീസ്. സഹോദരങ്ങളെ, ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശിഹ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു. യേശുവിൻ ഉയർത്തെഴുന്നേൽപ്പ് അനുസ്മരിച്ച് പ്രത്യാശയുടെ സന്ദേശവുമായി വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷകളും. വിദ്വേഷത്തെയും വെറുപ്പിനെയും പുറത്താക്കണമെന്നും ലോകത്ത് സമാധാനം പുലരണമെന്നും മാർപ്പാപ്പ. സന്ദേശത്തിൽ യുദ്ധവും തിരഞ്ഞെടുപ്പും ഓർമ്മിപ്പിച്ച് സഭാധ്യക്ഷന്മാർ. പശ്ചിമേഷ്യയിൽ റേഡിയോ ആക്റ്റീവ് വികിരണ മുന്നറിയിപ്പുമായി ഇറാൻ. GCC രാജ്യങ്ങളെ ഉൾപ്പെടെ ബാധിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകിയ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് ട്രംപ്. കർണാടക കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ നാദാപുരം സ്വദേശിനി ശരണ്യയ്ക്കായി തെരച്ചിൽ തുടരുന്നു. 4 സംഘങ്ങളായി പരിശോധന. കുടകിലെ ഏറ്റവും ഉയർന്ന മലമുകളിലേക്കുള്ള യാത്രക്കിടെ യുവതിയെ കാണാതായത് 4 ദിവസം മുമ്പ്. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. NDA ക്യാമ്പിന് ആവേശമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബേപ്പൂരിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. പ്രകാശ് ബാബുവിന് വോട്ട് തേടിയായിരുന്നു റോഡ് ഷോ. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിക്കായി DK ശിവകുമാറും പ്രചാരണത്തിന് എത്തി. അനഘ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനഘ, ദേശീയ നേതാക്കൾ കൂടുതൽ സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. ഒപ്പം പ്രചാരണം കൊഴുപ്പിക്കാനുള്ള നീക്കങ്ങൾ മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ട്. ശക്തമായ ഒരു പോരാട്ടം എല്ലാ മേഖലകളിലും കാണുന്നുണ്ടല്ലോ. തീർച്ചയായും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി വലിയ ഒരു ചൂട് തന്നെയാണ്, തിരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ് നമുക്കിപ്പോൾ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന് വേണ്ടിയിട്ടാണ് ഈ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള അമിത്ഷാ ഇന്ന് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ എത്തിയത്. മാത്തോട്ടത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഷോ നടുവട്ടം പാൽക്കമ്പനിക്ക് സമീപം തുറന്ന ജീപ്പ് നടുവട്ടം പാൽക്കമ്പനിക്ക് സമീപം വരെയായിരുന്നു ഈ റോഡ് ഷോ ഉണ്ടായിരുന്നത്. 1.5 കിലോമീറ്ററോളം ദൂരം അമിത്ഷാ ഈ തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് പ്രവർത്തകരെ, NDA പ്രവർത്തകരെ അടക്കം തന്നെ കാണാൻ കൂടി നിന്ന ആളുകളെ അടക്കം അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയി. MT രമേശ് അടക്കമുള്ള മുതിർന്ന നേതാക്കളും അമിത്ഷായെ അനുഗമിച്ച് ഈ തുറന്ന ജീപ്പിൽ ഉണ്ടായിരുന്നു. ഏതായാലും പ്രവർത്തകർക്ക് ഏറെ ആത്മവിശ്വാസം പകരുന്ന, അല്ലെങ്കിൽ ഏറെ ആവേശം പകരുന്ന ഒന്നായിരുന്നു അമിത്ഷായുടെ ഇന്നത്തെ തുറന്ന ജീപ്പിലുള്ള പര്യടനം. ഏതായാലും ആയിരക്കണക്കിന് ആളുകളാണ് വാദ്യമേളങ്ങളുടെയും അതുപോലെ തന്നെ കൊടിതോരണങ്ങളുടെയും ബലൂണുകളുടെയും അടക്കം അകമ്പടിയിൽ തങ്ങളുടെ
പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്കു കാണുവാൻ വേണ്ടി സാധിച്ചത്. ഏതായാലും കൂടുതൽ ദേശീയ നേതാക്കൾ അടക്കം കേരളത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിലിപ്പോൾ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായി കൂടിയായിട്ടുള്ള DK ശിവകുമാർ നിലവിലിപ്പോൾ കണ്ണൂരിലുണ്ട്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെത്തും. കോഴിക്കോട് ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ പര്യടന പരിപാടികൾ ഉണ്ട്. കോഴിക്കോട് ഈ കണ്ണൂരിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം വടകര നിയോജക മണ്ഡലത്തിലെ ഓർക്കാട്ടേരിയിലെത്തും. ഓർക്കാട്ടേരിയിൽ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KK രമയ്ക്ക് വേണ്ടി ഓർക്കാട്ടേരിയിൽ ഒരു തിരഞ്ഞെടുപ്പ് പരിപാടിയുണ്ട്. അതിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ കൂട്ടാലിടയിൽ സൂരജിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് വൈകിട്ട് 5 മണിക്ക് വിദ്യാ ബാലകൃഷ്ണൻ എലത്തൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണന് വേണ്ടി നന്മണ്ട മുതൽ കാക്കൂർ വരെ അദ്ദേഹം റോഡ് ഷോ നയിക്കും. അതിനുശേഷം നാളെ വൈകിട്ട് 5 മണിക്ക് DK ശിവകുമാർ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ CK കാസിമിന് വേണ്ടി കൊടിയത്തൂരിലും പ്രചരണ പരിപാടികൾ നടത്തും. പ്രിയങ്ക ഗാന്ധി ഏതായാലും വയനാട്ടിലേക്ക് എത്തും എന്നാണ് നമുക്ക് അറിയുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും കൂടുതൽ ദേശീയ നേതാക്കൾ എത്തുന്നു. കഴിഞ്ഞ ദിവസം പ്രകാശ് കാരാട്ടും CPM-ന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും അടക്കം ജില്ലയിൽ എത്തിച്ചേർന്നിരുന്നു. ഇന്നലെ പ്രകാശ് കാരാട്ടിന്റെ ഒരു തിരഞ്ഞെടുപ്പ് പരിപാടി ഉണ്ടായിരുന്നു. നരിക്കുനിയിൽ കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നരിക്കുനിയിലായിരുന്നു. ശരി, അനഘയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. മധ്യ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഈ ദിവസം എന്നാണ് മനസ്സിലാക്കുന്നത്. ദേശീയ നേതാക്കളൊക്കെ കൂടുതൽ മധ്യ കേരളത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ മധ്യ കേരളത്തിലേക്കും ഒപ്പം തെക്കൻ കേരളത്തിലേക്കുമൊക്കെ കൂടുതൽ നേതാക്കൾ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ആണ് തെരഞ്ഞെടുപ്പിനായി ബാക്കിയുള്ളത്. കേരളത്തിൽ UDF 2/3 ഭൂരിപക്ഷം നേടുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. അയ്യപ്പന്റെ സ്വർണ്ണക്കടത്ത് സംഭവത്തിൽ BJP ഒരു അക്ഷരം വിമർശിക്കുന്നില്ല. LDF NDA-യുടെ സഖ്യകക്ഷിയാണെന്ന രീതിയിലാണ് കേരളത്തിലെ കാര്യങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. BJP അധികാരത്തിലെത്തിയാൽ കേരളത്തിന് എയിംസ് സാധ്യമാകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. സ്ഥലം ഏറ്റെടുക്കുന്നതിൽ തടസ്സങ്ങൾ നിലനിൽക്കുകയാണ്. അതിന് മാറ്റമുണ്ടാകാൻ BJP അധികാരത്തിലെത്തണം. സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്രം നൽകിയ വിഹിതം സർക്കാർ കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്നും JP നദ്ദ പറഞ്ഞു. The state has this thing mix up with the employee safety, but none are thinking about the employees to reach the hospitals. That's one request and it's not only in words, it has been translated now in deeds also. And if I talk so, I'll share with you that for one തൃശൂർ മണലൂർ മണ്ഡലത്തിൽ വീണ്ടും BJP-യുടെ കിറ്റ് വിതരണമെന്ന് പരാതി. 1500-ലധികം കിറ്റുകളാണ് പാക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. വാടാനപ്പള്ളി സെന്ററിനടുത്ത് പ്രവർത്തിക്കുന്ന ചാമ്പ്യൻസ് എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിലാണ് കിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്ഥലത്ത് LDF UDF പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഹരീഷ് നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരീഷ്, ഈ തൃശൂരിനെ സംബന്ധിച്ച് ഒരു കിറ്റ് വിവാദം കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നു. അതിൽ ഒരു പങ്കുമില്ല എന്ന് സ്ഥാനാർത്ഥി അടക്കം പറഞ്ഞ് അടുത്ത മണിക്കൂറുകളിലാണ് പുതിയൊരു കിറ്റ് വിവാദം ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവം? ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ടോ? ഈ ഒരു പ്രദേശത്ത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. LDF UDF പ്രവർത്തകരുണ്ട്. മാത്രമല്ല ഈ കട അടച്ചിരിക്കുകയാണ്. അതിനകത്ത് ആളുകൾ ഉണ്ട്. അവരെ പുറത്തുനിന്നും ബ്ലോക്ക് ചെയ്ത ഒരു സാഹചര്യമാണ്. BJP പ്രവർത്തകരടക്കം അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഒരു കിറ്റ് വിവാദം ഉടലെടുത്തിരുന്നു. പക്ഷേ അത് തള്ളിക്കളയുകയാണ് BJP സ്ഥാനാർത്ഥികളടക്കം ചെയ്തത് എന്ന് രാവിലെ പത്മജ പറഞ്ഞതും അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ വീണ്ടും ഇപ്പോൾ വാടാനപ്പള്ളിയിൽ ഈ ഇത്തരത്തിലൊരു കിറ്റ് വിവാദം വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ്. 1500-ഓളം കിറ്റുകളാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റിനുള്ളിൽ, വാടാനപ്പള്ളിയിലുള്ള ചാമ്പ്യൻസ് എന്റർപ്രൈസസ് എന്നു പേരുള്ള സൂപ്പർ മാർക്കറ്റിനുള്ളിലാണ് 1500-ഓളം കിറ്റുകൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യാനായാണ് കിറ്റ് പാക്ക് ചെയ്ത് വെച്ച എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇത് അറിഞ്ഞ ഉടൻ തന്നെയാണ് LDF UDF പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വരികയും ഈ കട അടപ്പിക്കുകയും ഉള്ളിൽ പ്രവർത്തകരെ പൂട്ടിയിടുകയും ചെയ്തത്. BJP തന്നെയാണ് ഇത്തരത്തിൽ കിറ്റ് വിതരണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഉയരുന്ന പരാതി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിൽ പരാതി വരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അത് ക്ഷീണമാകാൻ ഉള്ള ഒരു സാധ്യതയും കാണുന്നു. കാരണം കഴിഞ്ഞ ദിവസവും ഇന്നുമായി ഇത്തരത്തിലുള്ള കിറ്റ് വിതരണങ്ങളുടെ വാർത്തകൾ പുറത്തു വരുന്നു, അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധം വരുന്നു. ഇതെല്ലാം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നെഗറ്റീവായി ബാധിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ നേതാക്കൾ ഒന്നടങ്കം അത് തള്ളുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ അടക്കം കണ്ടത്.
അത്തരത്തിൽ യാതൊരുവിധ കിറ്റ് വിതരണവും നടത്തിയിട്ടില്ല. അത് തെറ്റായി വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതാണ് എന്നുള്ളതായിരുന്നു അവരുടെ ഈ നേതാക്കളുടെ സ്ഥാനാർത്ഥികളുടെ ഒക്കെ മറുപടി. പക്ഷേ ഇന്ന് വീണ്ടും വാടാനപ്പള്ളിയിൽ ഇത്തരത്തിൽ ഒരു കിറ്റ് വിതരണ വിവാദം കൂടി വന്നതോടുകൂടി അത് പാർട്ടിയെയും NDAയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ പ്രവർത്തകർ LDF UDF പ്രവർത്തകർ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുകയാണ്. പോലീസ് അടക്കം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ മറ്റ് പ്രവർത്തകരെ, ചില BJP പ്രവർത്തകരെയും കടയുടെ ആളുകളെയും ഒക്കെ ഈ ഒരു കടയ്ക്കുള്ളിൽ പൂട്ടിയ സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തായാലും പുറത്തു വരുന്നതായിരിക്കും. ശരി, ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ സ്വാഭാവികമായി ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. LDFും അതോടൊപ്പം തന്നെ UDFും ഇത് വലിയൊരു ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യും. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കിറ്റ് വിതരണം ചെയ്ത സംഭവത്തിൽ കിറ്റ് അങ്ങനെ നൽകിയിട്ടില്ല എന്നായിരുന്നു പത്മജ വേണുഗോപാലിന്റെ പ്രതികരണം. LDFിന്റെ പരാതി വ്യാജമാണെന്നും നേരത്തെ പത്മജ പറഞ്ഞിരുന്നു. ആ പ്രതികരണത്തിലേക്ക്. എനിക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഞാൻ വല്ലതും ഇടപെട്ടാലല്ലേ എനിക്കറിയുള്ളൂ. അത് തെറ്റായിട്ടുള്ളൊരിതാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ ഞാനറിയില്ലേ, ഞാൻ അറിഞ്ഞിട്ടില്ല. അവസാന ദിവസങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ചേച്ചിയുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ്? എത്രത്തോളം റെസ്പോൺസ്? നല്ല കോൺഫിഡൻസ് ഉണ്ട്. അല്ല, എത്രത്തോളം പോസിറ്റീവാണ് നാട്ടുകാരെ കാണുമ്പോഴൊരു റെസ്പോൺസ് ഉള്ളത്? ആൾക്കാരെ കാണുമ്പോഴാണ് പോസിറ്റീവ് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് വനിതകൾ, അവർ വളരെ സ്നേഹത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നതും. അപ്പം അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആവേശമാണ്. ഈ കിറ്റിൻ്റെ കാര്യം ചേച്ചി അറിഞ്ഞിട്ടില്ല? കിറ്റിൻ്റെ കാര്യം അറിഞ്ഞിട്ടില്ല? കിറ്റിൻ്റെ കാര്യം ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ അറിയാം? നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പുറത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്താണെന്ന് അന്വേഷിച്ചത്. അപ്പോൾ ആർക്കും വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. അവർക്ക് പണ്ടേ ഉള്ള ശീലമാണ് അവസാനം. സംസ്ഥാനത്ത് ട്രെൻഡ് UDFിന് അനുകൂലമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. LDF BJP ഡീൽ പല മണ്ഡലങ്ങളിലും പ്രകടമാണ്. UDFിനുള്ളിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പുതുമയുള്ളതല്ല എന്നും പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ട്രെൻഡ് വളരെയധികം UDFിന് അനുകൂലമാണ്. അതിപ്പോൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം റീസെൻ്റായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ മതി. റീസെൻ്റായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ പാർലമെൻറ്റും ജില്ലാ തെരഞ്ഞെടുപ്പിലുള്ള ഓരോരോ പെർഫോമൻസും ഒക്കെ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDFിന് എപ്പോഴും ലീഡ് കിട്ടാറുണ്ട് എന്ന് പറയാം. പക്ഷേ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടേ ഇല്ല. ഒരു വിരുദ്ധ വികാരം വളരെ ശക്തമാണ്. എല്ലാ കോർപ്പറേഷനിലും സിറ്റി കോർപ്പറേഷനുകളിലും ഒരേപോലെ ഒരു മാറ്റം സംഭവിച്ച ഏതെങ്കിലും ഒരു ഇലക്ഷൻ ഉണ്ടോ? കഴിഞ്ഞ ഇലക്ഷൻ അല്ലാതെ എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോയില്ലേ? വികസനമാണ് ആകെ ചർച്ച ചെയ്യാനുള്ളത്. അതിൻ്റെ ഇടയിൽ ശബരിമല ഉണ്ട്. അതേപോലെ തന്നെ വോട്ടിംഗ് യന്ത്രത്തിലെ ബാലറ്റിലും EVM മെഷീനിലും തന്റെ പേര് അഞ്ജലി നായർ എന്നാക്കണമെന്ന ആവശ്യത്തെ അനുകൂലമായി പരിഗണിക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം റിട്ടേണിംഗ് ഓഫീസർ അട്ടിമറിച്ചുവെന്ന് അഞ്ജലി നായർ. രാഷ്ട്രീയ ഗൂഢാലോചനയോടെയാണ് റിട്ടേണിംഗ് ഓഫീസർ നിലപാട് സ്വീകരിച്ചതെന്നും ഇതിനെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അഞ്ജലി വ്യക്തമാക്കി. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ തന്നെ സിനിമാ മേഖലയിലും പൊതുവായും അഞ്ജലി നായർ എന്നാണ് അറിയപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോസ്റ്റർ അടിച്ചതും പ്രചാരണം നടത്തിയതും ആ പേരിൽ തന്നെയാണ്. റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ ഹിയറിംഗ് നടത്തിയെങ്കിലും തന്റെ ആവശ്യം നിഷ്കരണം തള്ളിക്കളയുകയായിരുന്നുവെന്നും അഞ്ജലി പറഞ്ഞു. CPI നേതൃത്വത്തെ വെട്ടിലാക്കി വീണ്ടും ഒരു കുരുക്ക് മുറുകുകയാണ്. CC മുകുന്ദന് വേണ്ടി പാർട്ടി നിയോഗിച്ചിരുന്ന പേഴ്സണൽ അംഗം മസൂദ് K വിനോദിനെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തു. വ്യാജ ഒപ്പിട്ട് പണം തട്ടിയതിനാണ് കേസ്. നിയമസഭാ സമ്മേളനത്തിന്റെ ഭാഗമായി അധിക നേരം ജോലി ചെയ്തുവെന്ന് കാണിച്ചാണ് പണം തട്ടിയത്. പേഴ്സണൽ സ്റ്റാഫ് അംഗം തന്റെ വ്യാജ ഒപ്പിട്ടുവെന്ന് ആരോപിച്ച് CC മുകുന്ദൻ തന്നെ പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു. മസൂദിനെ ചൊല്ലിയുള്ള തർക്കമാണ് CC മുകുന്ദന്റെ പാർട്ടിയുമായുള്ള ബന്ധം അകലാൻ തന്നെ കാരണം. അതിനിടെ മുൻമന്ത്രി VS സുനിൽകുമാറിനെ രൂക്ഷമായി വിമർശിച്ചാണ് നാട്ടികയിലെ NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ രംഗത്തെത്തിയത്. തുടർച്ചയായുള്ള പരാജയങ്ങൾ VS സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും വ്യാജ ഒപ്പിട്ട് പണം തട്ടുന്നതിന് പിന്നിൽ കളിച്ചത് സുനിൽകുമാറാണെന്നും CC മുകുന്ദൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് താൻ ഉയർത്തിയ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞുവെന്നും CC മുകുന്ദൻ പറഞ്ഞു. അപ്പം ഞാൻ പരാതി കൊടുത്തിട്ടില്ല. വേറെ ആർ വിവരാശം വെച്ച് പരാതി കൊടുത്തതാണ്. ആ പരാതി പറയാൻ എന്നോട് പോലീസ് വന്ന് ചോദിക്കേണ്ടായി. ആ പോലീസ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് പരാതി വിവരാശം കൊടുത്തപ്പോൾ ആ ലിസ്റ്റ് കിട്ടിയപ്പോഴാണ് എനിക്കറിയുന്ന എൻ്റെ ലെറ്റർ പേഡ് പൂർണ്ണമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അതുമായി ചെന്ന് സംസാരിച്ചപ്പോൾ VS സുനിൽകുമാർ പറഞ്ഞത് ഇതൊക്കെ സാധാരണയുള്ള കേസാണ്, അർഹതപ്പെട്ടതാണ്. അർഹതപ്പെട്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ലെറ്റർ പേഡ് ഇയാൾ അവിടെ ഡ്യൂട്ടി എഴുതി കൊടുക്കുമ്പോൾ അതിൻ്റെ ചോട്ടിൽ MLA ഒപ്പിട്ട് കൊടുക്കണം. കള്ളൊപ്പിട്ടിട്ടാണ് അത്
രേഖപ്പെടുത്തി. അത് രേഖയുണ്ട്, വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ സെക്രട്ടറി, നിയമസഭാ സെക്രട്ടറി അവരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്നെ വിളിച്ച് പാർട്ടി ഇടപെട്ടുകൊണ്ട് ചില ചർച്ചകൾ ചെയ്തു. ലൈംഗിക അതിക്രമ കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള സംവിധായകൻ രഞ്ജിത്തിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. ഉച്ചയ്ക്ക് 2 മണിക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. നാളെ വൈകിട്ട് 4 മണിക്കാണ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. എന്നാൽ രഞ്ജിത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് നടപടികൾ വേഗത്തിലാക്കിയത്. രഞ്ജിത്തുമായി പോലീസ് ഫോർട്ട് കൊച്ചി ആസ്പിൻ വാളിലെത്തി തെളിവെടുപ്പ് നടത്തി. ജനുവരി 30 ഫോർട്ട് കൊച്ചിയിലെ സിനിമാ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന കാരവാനിൽ വെച്ച് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നായിരുന്നു പെൺകുട്ടിയുടെ പരാതി. മറ്റൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും കാരവാൻ പോലീസ് പിടിച്ചെടുത്തിരുന്നു. സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. തിരുവനന്തപുരം ആനയറ സ്വദേശിയായ കൃഷ്ണലാലിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. കൃഷ്ണലാലിന്റെ ഹൃദയവുമായി എയർ ആംബുലൻസ് കോട്ടയത്തേക്ക് പോകും. കിംസിൽ നിന്നും റോഡ് മാർഗമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അവയവം എത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം പോലീസ് ഗ്രൗണ്ടിൽ എയർ ആംബുലൻസിൽ ഹൃദയം എത്തിക്കും. അവിടെ നിന്ന് റോഡ് മാർഗം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. 2 വൃക്കകളും കരളും കണ്ണും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൈമാറും. 33-കാരനായ കൃഷ്ണലാലിന് ഏപ്രിൽ 1 സൈക്കിളിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഉടൻ തന്നെ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കർണാടക കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ നാദാപുരം സ്വദേശിയായ ശരണ്യയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. യുവതിയെ 2-ാം തീയതി ഉച്ച മുതലാണ് കാണാതായത്. എറണാകുളത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ശരണ്യ തനിച്ചാണ് കുടകിലെത്തിയത്. കുടകിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ തടിയണ്ടമോൾ കയറാനെത്തിയതായിരുന്നു. തനിക്ക് വഴിതെറ്റിയതായി ശരണ്യ ഹോം സ്റ്റേ ജീവനക്കാരെ ഫോണിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഫോൺ സിഗ്നൽ നഷ്ടപ്പെട്ടു. ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. കുന്നമംഗലം കുരിക്കത്തൂരിൽ പടക്ക നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ ഒരാൾ അറസ്റ്റിൽ. കോഴിക്കോട് മുണ്ടിക്കൽ താഴം സ്വദേശി വിഷ്ണുവാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് വാടക വീട്ടിൽ അനധികൃത പടക്ക നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിയുണ്ടായി 2 പേർ മരിച്ചത്. രാമനാട്ടുകര സ്വദേശി രാഹുൽ, മുണ്ടിക്കൽ താഴം സ്വദേശി രാഹുൽ എന്നിവരാണ് മരിച്ചത്. അപകട സമയം വീട്ടിൽ 6 പേരുണ്ടായിരുന്നു. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. പരിക്കേറ്റവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുരിക്കത്തൂർ സ്വദേശി ബേബി സതീഷ് വാടകയ്ക്ക് നൽകിയ വീട്ടിലാണ് അപകടമുണ്ടായത്. ഏകദേശം 1 കിലോമീറ്റർ പരിധിയിൽ സ്ഫോടന ശബ്ദം ഉണ്ടായിരുന്നു. സമീപത്തെ 3 വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ലോകം നേരിടുന്ന വെല്ലുവിളികളെയും യുദ്ധ സാഹചര്യങ്ങളെയും മുൻനിർത്തി സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം നൽകി ലിയോ 14 മാർപ്പാപ്പ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന ആയുധങ്ങളുടെ മുഴക്കം നിലയ്ക്കണമെന്നും സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ രാഷ്ട്രത്തലവന്മാർ തയ്യാറാകണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. തർക്കങ്ങൾ പരിഹരിക്കാൻ ആയുധങ്ങൾക്കല്ല, മറിച്ച് തുറന്ന സംഭാഷണങ്ങൾക്കും നയതന്ത്ര ചർച്ചകൾക്കുമാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിദ്വേഷത്തെയും വെറുപ്പിനെയും പുറത്താക്കണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. Il diacono all'inizio di questa celebrazione ha inneggiato alla luce di Cristo risorto, simboleggiata nel cero pasquale. Da quest'unico cero tutti abbiamo acceso i nostri lumi e ciascuno portando una fiammella attinta allo stesso fuoco abbiamo illuminato. ഈസ്റ്റർ ദിന പ്രത്യേക കുർബാനയ്ക്കും ശുശ്രൂഷകൾക്കും വിവിധ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ നേതൃത്വം നൽകി. സിറോ മലബാർ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിലാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ പരാമർശിച്ചായിരുന്നു മാർ റാഫേൽ തട്ടിലിന്റെ ഈസ്റ്റർ ദിന സന്ദേശം. ആരാണ് വലുതെന്നുള്ള ചോദ്യത്തിന്റെ മറുപടി കിട്ടാത്തതാണ് അവിടുത്തെ പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ വിശുദ്ധ ദിനങ്ങളിൽ പോലും വിശ്വാസികൾക്ക് പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയാത്തത് ദൗർഭാഗ്യകരമാണെന്ന് ശ്രേഷ്ഠ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലിത്തയുമായ മോർ ബെസേലിയോസ് ജോസഫ് ബാവ പറഞ്ഞു. പള്ളികളിൽ ഓർത്തഡോക്സ് വിഭാഗം സെമിത്തേരി പൂട്ടി തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് ബാവ ആരോപിച്ചു. നെല്ലിമോളം സെന്റ് മേരീസ് സെഹിയോൻ യാക്കോബായ സുറിയാനി പള്ളിയിൽ ഉയർപ്പ് പെരുന്നാൾ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ലോകത്തിൽ യുദ്ധവും സംഘർഷവും മാറി സമാധാനമുണ്ടാകട്ടെ എന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. പശ്ചിമേഷ്യൻ സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പ്രവാസികളെയാണ്. സമാധാനത്തിന്റെ ദൂതരായി പ്രവർത്തിക്കേണ്ടവർ സംഹാരത്തിന്റെ ദൂതരായി മാറുന്നത് വിരോധാഭാസമാണെന്നും ലോകത്തിന് മുഴുവൻ സന്തോഷവും സമാധാനവും ഉണ്ടാകണം എന്നതാണ് ഉയർപ്പ് നൽകുന്ന സന്ദേശമെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. പ്രിയ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സമാധാനത്തിനായി കാംക്ഷിക്കുന്ന ഒരു ലോകത്തിന് മുന്നിലേക്കാണ് പ്രത്യാശയുടെ സന്ദേശവുമായി വീണ്ടും ഈസ്റ്റർ എത്തുന്നത്. യുദ്ധം എവിടെയോ നടക്കുന്ന
ഒന്ന് എന്ന് കരുതിയവർ പോലും ഇന്ന് പ്രതിസന്ധികളാൽ ഭാരപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. UDF-നെയും LDF-നെയും മാറി മാറി പിന്തുണച്ച ചരിത്രമാണ് കൊയിലാണ്ടി മണ്ഡലത്തിനുള്ളത്. ഇടക്കാലത്ത് ഇടതിനൊപ്പം ചേർന്ന മണ്ഡലം പിന്നീട് ഇടത് കോട്ടയായി മാറി. ഇത്തവണ മണ്ഡലം ആരെ തുണയ്ക്കുമെന്നത് പ്രവചനാതീതമാണ്. കൊയിലാണ്ടി, പയ്യോളി നഗരസഭകളും ചെങ്ങോട്ടുകാവ്, ചേമഞ്ചേരി, മൂടാടി, തിക്കോടി എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം. പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമായി അറിയപ്പെട്ടിരുന്ന കൊയിലാണ്ടി കഴിഞ്ഞ കുറച്ചുകാലമായി ഇടതിനോട് ചേർന്നാണ് നടക്കുന്നത്. 1996 പി വിഷനിലൂടെയാണ് LDF മണ്ഡലം പിടിച്ചെടുത്തത്. 2001 അഡ്വക്കേറ്റ് പി ശങ്കരനിലൂടെ മണ്ഡലം വീണ്ടും കൈപ്പിടിയിലൊതുക്കാൻ UDF-നായി. 2006 DIC സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി ശങ്കരനെ തോൽപ്പിച്ച് പി വിഷൻ പകരം വീട്ടി. പിന്നീട് ഇടതുമുന്നണിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ CPM-ന്റെ കാനത്തിൽ ജമീലയായിരുന്നു ജയിച്ചത്. എന്നാൽ അസുഖബാധിതയായി മരണപ്പെട്ടതോടെ മണ്ഡലത്തിലെ പദ്ധതികളെല്ലാം നിലച്ചു. എന്നാൽ മണ്ഡലത്തിന് തങ്ങൾ ചെയ്ത വികസനം വോട്ടായി വീഴുമെന്ന പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി. പുതിയ പദ്ധതികൾ സംബന്ധിച്ച് ഞാൻ ഒരു സമഗ്രമായിട്ടുള്ളൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കി പ്രകാശനം ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോന്നും അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. അത് വള്ളിപുള്ളി തെയ്യാതെ ഇവിടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അത് ഞാൻ പൂർണ്ണമായും നിർവഹിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ വിജയം UDF ക്യാമ്പിന് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിൽ 22,580 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയത് LDF-നെയും UDF-നെയും ഞെട്ടിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും UDF-ന് ഭരണം നേടാനായി. ഇതോടെ ഒരിക്കൽ കൈവിട്ട മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. 20 വർഷക്കാലമായി കൊയിലാണ്ടി തളർന്നു കിടക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന കൊയിലാണ്ടിയെ ഉണർത്തും. തളർന്നു കിടക്കുന്ന കൊയിലാണ്ടിയെ വികസനത്തിൻ്റെ പാന്താവലിയെ കൈപിടിച്ചു സമസ്ത മേഖല. ആ പ്രകടനത്തിൽ എല്ലാം ഉണ്ട്. തീരദേശ, കാർഷിക, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലയിലെ സമഗ്ര വികസനമാണ് കൊയിലാണ്ടിക്കാരുടെ സ്വപ്നം. ആ സ്വപ്നത്തോടൊപ്പമാണ് UDF. 1,27,014 പുരുഷന്മാരും 1,09,236 സ്ത്രീകളും 3 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ ആകെ 2,11,953 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. മണ്ഡലത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ടു വിഹിതം വർദ്ധിപ്പിച്ചു വരുന്നതുകൊണ്ട് തന്നെ ഇത്തവണ മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. കൊയിലാണ്ടിക്ക് ഇത് മതി എന്നുള്ള ധിക്കാരപരമായ സമീപനമാണ് ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കുണ്ടായത്. അത് തീർച്ചയായിട്ടും കൊയിലാണ്ടിക്ക് ശാപമോക്ഷം കിട്ടാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമായ കൊയിലാണ്ടി മണ്ഡലം UDF-നും LDF-നും ഒരുപോലെ വേരോട്ടമുള്ള മണ്ഡലമാണ്. എന്നാൽ കഴിഞ്ഞ കുറേ നാളായി LDF-നൊപ്പമാണ് മണ്ഡലമുള്ളത്. ഇത്തവണ ആര് പിടിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. കർണാടകയിലെ കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ നാദാപുരം സ്വദേശി ശരണ്യയ്ക്കായി 4ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. ഏപ്രിൽ 2-നാണ് വനമേഖലയിൽ വെച്ച് ട്രക്കിങ്ങിനിടെ ശരണ്യയ്ക്ക് വഴിതെറ്റിയത്. തെരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP ഉൾപ്പെടെ കർണാടക സർക്കാരുമായി സംസാരിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നാദാപുരം സ്വദേശിനിയായ ശരണ്യയെ കുടകിലെ വനമേഖലയിൽ വെച്ച് കാണാതായത്. എറണാകുളത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ശരണ്യ ഒറ്റയ്ക്കാണ് ട്രക്കിങ്ങിനായി കുടകിലെത്തിയത്. സംഭവത്തിന് 2 ആഴ്ച മുമ്പ് നാദാപുരത്തെ വീട്ടിൽ വന്നിരുന്നുവെന്നും മകൾ ഇടയ്ക്ക് തനിച്ചും സുഹൃത്തുക്കൾക്കൊപ്പവും ട്രക്കിങ്ങിന് പോവാറുള്ളത് പതിവാണെന്നും പിതാവ് ഗോപി പറയുന്നു. 2 ആഴ്ച മുമ്പാണ് ഇവിടുന്ന് പോയത്. പോയിട്ട് അവിടുന്ന് ജോലി സ്ഥലത്തുനിന്ന് എറണാകുളത്ത് നിന്ന് നേരെ പോയതാ ടൂറിന്. ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങളെ വിളിച്ചു നോക്കും അങ്ങനെ ടൂറിലാണല്ലേ. പിന്നെ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞ് വേറെ ഒന്നും അറിയില്ല. ഏപ്രിൽ 2-ാം തീയതി കുടകിലെ പ്രശസ്തമായ തടിയന്റെ മോൾ മലയിലാണ് ശരണ്യ ട്രക്കിങ്ങിനായി എത്തിയത്. മല കയറുന്നതിനിടെ തനിക്ക് വഴി തെറ്റിയതായി ഉച്ചയോടെ ശരണ്യ തന്റെ താമസ സ്ഥലത്തേക്ക് വിളിച്ചറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ശരണ്യയെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചില്ല. ശരണ്യയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതപ്പെടുത്താൻ ആവശ്യപ്പെട്ട് കർണാടക വനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംസാരിച്ചു. തിരച്ചിലിന് എല്ലാ ആധുനിക സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.
പശ്ചിമേഷ്യയിൽ റേഡിയോ ആക്റ്റീവ് വികിരണ മുന്നറിയിപ്പുമായി ഇറാൻ. GCC രാജ്യങ്ങളെ ഉൾപ്പെടെ ബാധിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ആണവ നിലയം തകർക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് ചോർച്ച ഇറാനേക്കാൾ കൂടുതൽ ബാധിക്കുക ഗൾഫ് രാജ്യങ്ങളെ ആയിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകിയ സമയപരിധി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ ഊർജ്ജ സ്രോതസ്സുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ അമേരിക്കയുടെ തകർന്ന വിമാനത്തിൽ നിന്നും കാണാതായ പൈലറ്റിനെ കണ്ടെത്തി. IPL ഇന്ന് 2 മത്സരങ്ങളാണ്. 3:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 7:30 ആരംഭിക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂർ ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടമാണ്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.